മിസ്സായ പെൺകുട്ടികൾ രണ്ടുപേരും പരസ്പരം ഒരു പരിചയവുമില്ലാത്തവർ. രണ്ടുപേരും രണ്ട് ടൈപ്പ്. ഓൺലി വൺ സിമിലാരിറ്റി. ബോത്ത് ആർ ഫ്രം സെയിം കോളേജ്. അത് നല്ലൊരു ക്ലൂ അല്ലേ സാറേ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രിൻസിപ്പൽ തന്നെയാണ് ഇതിന്റെ പിന്നിലെങ്കിലോ? ഹേയ്, നോ 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 നോ. അയാളുടെ പേര് തന്നെയല്ലേ ചീത്തയാവുന്നത്. അയാളുടെ പണി തെറിക്കില്ലേ? ജോലിയോട് അയാൾക്ക് തീരെ ആത്മാർത്ഥതയില്ലെന്ന് മുമ്പ് തെളിഞ്ഞതല്ലേ സാർ? സാറ് പറഞ്ഞതുപോലെ ഈ കസേര ഒപ്പിച്ചത് തന്നെ ഈ വക നേട്ടങ്ങൾ മുന്നിൽ കണ്ടിട്ടാണെങ്കിലോ? മേനോൻ ചേട്ടൻ പറഞ്ഞ റൂട്ട് കറക്റ്റാ, പക്ഷേ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. അത് കറക്റ്റ് ചെയ്യാൻ അയാളെ പിടിച്ച് കൂമ്പിലിട്ട് പൂശിയാലോ സാറേ? ഇതാണ് നിങ്ങളുടെയൊക്കെ കുഴപ്പം. ഫൈറ്റും ആക്ഷനും ഇല്ലാതെ ഒരന്വേഷണവും ഇല്ലല്ലോ. വരട്ടെ, എന്തെങ്കിലും ഒരു സോളിഡായ ക്ലൂ കിട്ടും. വെയിറ്റ് ആൻഡ് സീ. സർ, യെസ്. കോളേജിൽ ഒരു സ്റ്റുഡന്റ് സാറിനെ കാണാൻ വന്നിരിക്കുന്നു. ആ, വരാൻ പറയും. എന്താ ഒരു പേടി? പോലീസ് സ്റ്റേഷൻ ആയതുകൊണ്ടാണോ? ഇരിക്കെ. ഏയ്, ഭയം വേണ്ട. ബി ഹാപ്പി. പോലീസ് അല്ല ഞാൻ, ഒരു സുഹൃത്ത്, അല്ലെങ്കിൽ ഒരു ഏട്ടൻ. അത് മതി. എന്താ പേര്? ലേഖ. ലേഖ. കുടിക്കാൻ ടീ ഓർ കോഫി? നോ സർ, താങ്ക്സ്. ഒരു കോൺസ്റ്റബിളിനോട് വരാൻ പറയൂ. ഒരു ഫ്രണ്ട്ലി കോഫി ആവാല്ലേ? ആ, ഡ്യൂട്ടി ലിസ്റ്റിൽ പെടാത്ത ജോലിയാണ്. ബുദ്ധിമുട്ടാവോ? നോ സാർ. എന്താണ് സാർ? ഇഫ് യു ഡോണ്ട് മൈൻഡ്, 2 കോഫി പ്ലീസ്. യെസ് സാർ. ലേഖ, താങ്ക്സ് ഫോർ കമ്മിങ്. സർ, ഞാനാണിത് പറഞ്ഞതെന്ന്. ഡോണ്ട് വറി. താനാണിത് പറഞ്ഞതെന്ന് ഞാൻ പോലും അറിയില്ല. പോരെ? താങ്ക് യു സർ. സർ, സുമ എൻ്റെ ഫ്രണ്ട് ആയിരുന്നു എന്നുള്ള നേരാ. പക്ഷെ സാറ് പറയുന്ന പോലെ. യെസ്, ഐ നോ. ഇതൊക്കെ ക്യാമ്പസിലെ വെറും പൈങ്കിളി കഥകളായിരിക്കാം. അല്പം അപകടം പിടിച്ചതാണ് ഈ പ്രായം. അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ അത്രയ്ക്ക് ചീപ്പായിട്ടില്ല സാർ. പെൺകുട്ടി മിസ്സായി എന്ന് പറയുന്ന ദിവസം പകൽ കോളേജിൽ വെച്ച് വിനു മറ്റൊരു പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. ഐ മീൻ, നീതു എന്ന പെൺകുട്ടിയുമായി. അത് പിന്നെ ക്യാമ്പസ് ആകുമ്പോൾ ചില്ലറ പിണക്കങ്ങളൊക്കെ, അല്ലാതെ വേറെ ഒന്നുമില്ല സാർ. താൻ സ്നേഹിക്കുന്ന പുരുഷൻ മറ്റൊരു സ്ത്രീയെ ഇഷ്ടപ്പെടുന്നു എന്നറിയുമ്പോൾ ആരായാലും എതിർക്കും. അങ്ങനെ അവളെ എതിർത്തപ്പോ വിനുവിനത് തടസ്സമായി തോന്നി. വിനു അവളെ. നോ സർ, ഞാനൊരു സാധ്യത പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ എൻ്റെ വഴി തടസ്സമായതിന് കൊന്നുകളയാൻ മാത്രമുള്ള ബന്ധമൊന്നും ഞാനും സുമയുമായില്ല സാർ. ഒന്നുമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. സാർ ഉദ്ദേശിച്ചത്? ഓക്കെ, ഞാൻ ഉദ്ദേശിച്ച അതാണെന്ന് വിനുവിന് തോന്നിയിരിക്കാം. ദാറ്റ്സ് നാച്ചുറൽ. പക്ഷേ 2 ദിവസം മുമ്പ് രാത്രിയിൽ നീതുവിന്റെ വീട്ടിൽ എന്തിനാ പോയേ? കം ഓൺ, ടെൽ മീ. നീതുവിനെ കാണാൻ. യെസ്. അന്ന് നീതുവിനെ കണ്ട് സംസാരിച്ചപ്പോഴും വിഷയം സുമയായിരുന്നു അല്ലേ? അവളും എന്നെ ഒരുപാട് തെറ്റിദ്ധരിച്ചിരുന്നു സാർ. അപ്പോ ആ തെറ്റിദ്ധാരണ നീക്കാനുള്ള വഴിയായിരുന്നു സുമയുടെ മിസ്സിംഗ്. സാർ വീണ്ടും വീണ്ടും ആ കുറ്റം എൻ്റെ മേൽ ആരോപിക്കാൻ ശ്രമിക്കുകയാണ്. അതിന് മറുപടി പറയാൻ എനിക്ക് കഴിയില്ല സാർ. ഹേയ്, നോ വിനു. ഞാൻ ചുമ്മാ ഒന്ന് പേടിപ്പിച്ചതല്ലേ. ഒരു പോലീസ് സ്റ്റൈൽ. തന്റെ ക്യാരക്ടറിനെ കുറിച്ച് കേട്ടപ്പോ കൂടുതൽ അറിയാൻ. ജസ്റ്റ് ലീവ് ഇറ്റ്, ഓക്കെ? വിനുവിന്റെ ഡാഡിയും അമ്മയും വിദേശത്താണല്ലേ? അതെ സാർ. അവിടെ പഠിക്കാൻ സാഹചര്യമുണ്ടായിട്ടും ഒറ്റ മകനായ വിനു എന്തിനാ കേരളത്തിന്റെ ഇട്ടാവട്ടത്തിൽ കഴിഞ്ഞുകൂടുന്നത്? വേറെ എന്തെങ്കിലും പ്ലാൻ കാണുമല്ലേ? ടീനേജിൽ ഇതുപോലുള്ള കുസൃതിയാവാം ഒരു പരിധിവരെ. ക്യാമ്പസിന് പുറത്തും വിശാലമായൊരു ലോകമുണ്ട്, അത് ഓർക്കണം.